എൻ്റെ പൊന്നു മോനെ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊട്ടിക്കണം. കണ്ടില്ല, നല്ല രീതിയിൽ പൊറഞ്ഞ് പൊട്ടിച്ചൊരു സെറ്റാണ്. ഒരു ഐഫോൺ 30 ആണ് കംപ്ലൈൻറ്റ്. സെറ്റ് ഇത് എറിഞ്ഞ് പൊട്ടിച്ചൊരു സാധനമാണ്. നിലവിൽ കസ്റ്റമർ ദേഷ്യം പിടിക്കും പറഞ്ഞതാണ്. ബാക്കും ഫ്രണ്ടും കാര്യവും അടിപൊളിയായിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊട്ടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. കാരണം ഇതുപോലെ നമുക്ക് വർക്ക് ഒരുപാട് കിട്ടും. അപ്പോൾ നിലവിൽ പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഡെഡായിട്ടാണ് കൊണ്ടു തന്നിട്ടുള്ളത്. കസ്റ്റമർ ദേഷ്യം പിടിക്കും പറഞ്ഞ് പൊട്ടിച്ചൊരു സാധനമാണ്. നിലവിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബോർഡിൽ വലിയ ഡാമേജ് ഒന്നും കാണുന്നൊന്നുമില്ല. പക്ഷേ നാൻഡിൻ്റെ ആ പാത്തിലോട്ടാണ് ആ ഫ്രണ്ട് ഡിസ്പ്ലേ ശരിക്കും എന്ത് ചെയ്തിട്ടുള്ളത്, കയറി കൊണ്ടിട്ടുള്ളത്. അപ്പോൾ നിലവിൽ കാണുമ്പോൾ നല്ല അടിപൊളി ആയതുകൊണ്ട് തന്നെ വിചാരിച്ച് ബോർഡിലൊന്നും കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ DC പവർ സപ്ലൈയിൽ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കി. DC പവർ സപ്ലൈയിൽ ചെക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് മനസ്സിലായത് ഷോർട്ടൊന്നും ഇല്ല. പിന്നെ വീണ്ടും നമ്മൾ പവർ ബട്ടൺ പ്രസ് ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മൾ തലക്ക് കഴിച്ചത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അത് സെക്കൻഡറി ഷോർട്ടിലോട്ട് 1800 മില്ലി ആംപിയർ മീൻസ് നാൻഡ് സെക്ഷൻ ഷോർട്ട്. അപ്പം ഞാൻ ആ ഫോൺ ആദ്യം കാണുമ്പോൾ തന്നെ വിചാരിച്ചൊരു കാര്യമാണ്. കാരണം നാൻഡിൻ്റെ ഭാഗത്താണ് ശരിക്കും അത് കയറി കൊണ്ടിട്ടുള്ളത്. അങ്ങനെ നാൻഡ് നമ്മൾ തെർമൽ ക്യാമറയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഷോർട്ട് കാണിച്ചത് നമ്മൾ നാൻഡിൻ്റെ സെക്ഷൻ തന്നെയാണ്. പക്ഷേ 3 ലൈന് ഷോർട്ടാണ്. 1.2 വോൾട്ടേജ്, 0.8 വോൾട്ടേജ്, 2.65 വോൾട്ടേജും ഷോർട്ടായി കിടക്കുന്നുണ്ട്. പിന്നെ വേറൊന്നും നോക്കിയില്ല. നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നാൻഡ് റിമൂവ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കി. നാൻഡ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഷോർട്ടൊക്കെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ കസ്റ്റമറോട് ചോദിച്ച് നാൻഡ് റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ നമ്മൾ നാൻഡ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നാൻഡ് റീപ്ലേസ് ചെയ്യുമ്പോൾ സെറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഡിസ്പ്ലേ മാറണം, ബാക്ക് ഗ്ലാസ് മാറണം, ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഞാൻ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സിസ്റ്റം കണക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. എന്തായാലും കസ്റ്റമറോട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേ വാങ്ങണോ വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഡിസ്പ്ലേ വാങ്ങിയിട്ട് വീണ്ടും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം ആ ഒരു കാര്യം ഞാൻ ഈ വീഡിയോൻ്റെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഇതുപോലത്തെ സെറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ വിട്ടുതരാം. കാരണം നമ്മൾ കൊറിയർ വർക്ക് റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.